അങ്ങനെ ദേ ഇന്ന് റേഷൻ കടയിൽ പോയപ്പോൾ മേടിച്ച മീനാണ് കേട്ടോ. പാമുള്ളൻ എന്നാണ് പറഞ്ഞത്. പാമുള്ളൻ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെന്നാ പേര് പറയണമെന്ന് പറയണേ. അപ്പോൾ ദേ ഇന്ന് പാമുള്ളനാണ് കിട്ടിയേക്കുന്നത്. നല്ല വലിയ പാമുള്ളനാണ് കേട്ടോ. പോലെയൊക്കെ ഇരിക്കണോണ്ടായിരിക്കാം, നല്ല പരന്നിരിക്കണോണ്ടായിരിക്കും ഇതിന് പാമുള്ളൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ചിറകിലൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് സ്ക്രബ് വെച്ചൊക്കെ ഉരച്ചു നല്ലോണം ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ അതേ തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വറുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് തിളപ്പിക്കുകയും ചെയ്യാം, ബാക്കി നമുക്ക് വറുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ ചട്ടിയിലെടുത്ത് വെച്ചു. അത് കുറേ കഷ്ണങ്ങളാക്കി മുറിച്ചു കേട്ടോ. ആദ്യം വരഞ്ഞൊക്കെ ചെയ്തു കേട്ടോ. വരഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഉപ്പും പുളിയും ഒന്നും പിടിക്കൂല കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ വരഞ്ഞ് എല്ലാം എടുത്തിട്ട് ഞാനത് കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഞാൻ വറുക്കാനുള്ളതൊക്കെ ആയിട്ട് മാറ്റി കേട്ടോ. എന്നിട്ട് അതിൽ ഇടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. ഉള്ളി, ഇഞ്ചിയും, പച്ചമുളകും, വേപ്പിലയും എല്ലാം എടുത്തു കേട്ടോ. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അങ്ങനെ ദേ മിക്സിയുടെ ജാറിലേക്ക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ദേ ക്രഷ് ചെയ്തെടുത്തിട്ട് ദേ ചട്ടിയിലേക്ക് ഇട്ട് കേട്ടോ. പുളിയും ഒക്കെ എല്ലാം എടുത്തു കേട്ടോ. ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് വാട്ടാനായിട്ട് എണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ദേ വെളിച്ചെണ്ണ കേട്ടോ എടുത്തേക്കണത്. വെളിച്ചെണ്ണ ഞങ്ങൾ റൈസ് ബ്രാൻ ഓയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ വെളിച്ചെണ്ണയും ഉപയോഗിക്കും കേട്ടോ. അപ്പം നല്ലതാണ്, കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ റൈസ് ബ്രാൻ ഓയിലൊക്കെ നല്ലതാണ് കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. വറുക്കാനും എല്ലാത്തിനും ഉപയോഗിക്കണം ഞങ്ങൾ അതായിരുന്നു. മോഡി കെയറിൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതേ ചട്ടിയിലേക്ക് ഇട്ടു. ഉള്ളിയും പച്ചമുളകും പുളിയും എല്ലാം കൂടി ഇട്ട് കേട്ടോ. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി എടുത്തു കേട്ടോ. നല്ലോണം വഴണ്ടില്ല എന്നുണ്ടെങ്കിലേ ഒരു പച്ച മണമായിരിക്കും കേട്ടോ. പച്ച ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമുക്ക് കറി കൂട്ടുമ്പോൾ ആ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് പച്ച ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് അങ്ങോട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വഴണ്ടോളൂ കേട്ടോ. സവാളയും ഉള്ളിയൊക്കെ എല്ലാം ഇങ്ങനെ ഇച്ചിരി ഉപ്പിട്ട് ആദ്യം വാട്ടിക്കഴിഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വഴണ്ട് വരും കേട്ടോ. അങ്ങനെ ഉള്ളിയും പച്ചമുളകും പുളിയും വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഉപ്പിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും ഇതിന് ലേശം മുളക് പൊടിയും ഒക്കെ കൂടി ഇട്ട് കേട്ടോ. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ, തേങ്ങയൊന്നും ചേർക്കുന്നില്ല. തേങ്ങ പാലൊഴിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ തേങ്ങ പാൽ വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ പൊടികളായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് എല്ലാം കൂടി ഇട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് അത് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. തിളപ്പിച്ച ശേഷം കേട്ടോ മീൻ ഇട്ടത്. തിളച്ച് കഴിഞ്ഞാൽ മീനൊക്കെ ഇട്ടത് നല്ലോണം അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും കറി നല്ലോണം ഇത്തിരി നേരം അങ്ങോട്ട് സിമ്മിലിട്ടോ. അങ്ങനെ അതേ കറി റെഡിയായി. ഓക്കെ, ബൈ ബൈ, സി യു, ടാറ്റാ.